ജില്ലാ ആയുർവേദ ആശുപത്രിയോടനുബന്ധിച്ച് നിർമ്മിക്കുന്ന സ്പോർട്സ് ആയുർവേദ റിസർച്ച് സെല്ലിനായുള്ള പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിൽ. ആശുപത്രിക്ക് സമീപം റവന്യൂ വകുപ്പ് വിട്ടുനൽകിയ 43.24 സെന്റ് പുറമ്പോക്ക് ഭൂമിയിലാണ് കെട്ടിടത്തിന്റെ ഒന്നാം ഘട്ട നിർമ്മാണം പുരോഗമിക്കുന്നത്. തൊടുപുഴ ജില്ലാ ആയുർവേദ ആശുപത്രിയോടനുബന്ധിച്ച് 2009 കായിക താരങ്ങളുടെ ചികിത്സയ്ക്കും മറ്റുമായി സ്പോർട്സ് ആയുർവേദ റിസർച്ച് സെൽ പ്രവർത്തനം ആരംഭിച്ചത്. ദേശീയ അന്തർദേശീയ കായിക താരങ്ങളടക്കം ആയിരക്കണക്കിന് പേരാണ് ഇവിടെ ചികിത്സ തേടി എത്തുകയും പരുക്കുകളിൽ നിന്നും മുക്തരാകുകയും ചെയ്തിട്ടുള്ളത്. രാജ്യത്തിനകത്തും പുറത്തുമുള്ള പ്രമുഖ കായിക താരങ്ങൾ ഇതിനോടകം ഇവിടെ ചികിത്സ തേടിയിട്ടുണ്ട്. ഇതോടെ കായിക ചികിത്സാ വിഭാഗത്തിനായി ആധുനിക സൗകര്യമുള്ള കെട്ടിടം വേണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് നാഷണൽ ആയുഷ് മിഷനിൽ നിന്നുള്ള 1 കോടി രൂപ വിനിയോഗിച്ച് ജില്ലാ ആയുർവേദ ആശുപത്രിയോടനുബന്ധിച്ച് നിർമ്മിക്കുന്ന സ്പോർട്സ് ആയുർവേദ റിസർച്ച് സെല്ലിനായുള്ള പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. നാമിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ഒരു നില കെട്ടിടം പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. 5 നിലയുടെ ബിൽഡിംഗ് ആയിട്ടാണ് നമ്മൾ കൺസ്ട്രക്ഷൻ്റെ ബേസ് ഇട്ടിരിക്കുന്നത്. 1 കോടി രൂപ ഇപ്പോൾ അതിന് എക്സ്പെൻഡിച്ചർ ആയിട്ടുണ്ട്. അതിൽ 3 ബെഡ്റൂം, ഒരു ഫാർമസി, പിന്നെ പേഷ്യൻസിന് വെയിറ്റിംഗ് ഏരിയ. ഇതാണിപ്പോൾ നിലവിലുള്ള ഒരു അവസ്ഥ. റവന്യൂ വകുപ്പ് വിട്ടു നൽകിയ 43.24 സെന്റ് പുറമ്പോക്ക് ഭൂമിയിലാണ് ഈ കെട്ടിടം. നിർമ്മാണം പൂർത്തീകരിച്ചാൽ പുതിയ കെട്ടിടത്തിൽ OP വിഭാഗം ഉൾപ്പെടെയുള്ളവയുടെ പ്രവർത്തനം ഉടൻ ആരംഭിക്കുവാനുള്ള നീക്കത്തിലാണ് ആശുപത്രി അധികൃതർ. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ കബോർഡിൻ്റെ വർക്ക് ഇപ്പം നടക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മുറ്റം ടൈൽ ചെയ്യുന്നൊരു വർക്കും കൂടിയാണ് ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അത് കുറച്ച് നമ്മുടെ ഫ്രണ്ടിൽ മരം കുറച്ച് വെട്ടി മാറ്റാനുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ അതും കൂടെ കംപ്ലീറ്റ് ചെയ്യുന്നു. 1 മാസത്തിനുള്ളിൽ പണി പൂർത്തീകരിക്കും എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇപ്പം നിൽക്കുന്നത്. ദേശീയ അന്തർദേശീയ താരങ്ങളൊക്കെ ഇവിടെ ചികിത്സയ്ക്കായിട്ട് എത്തുന്നുണ്ട്. ഫലപ്രദമായ ചികിത്സ നമുക്ക് കൊടുക്കാനും സാധിക്കുന്നുണ്ട്. ഇതിന് സാർ കൺവീനറായിട്ട് ഡോക്ടർ വിനീതും പ്രോജക്റ്റ് മെഡിക്കൽ ഓഫീസറായിട്ട് അനുപ്രിയമാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ സാർക്ക് യൂണിറ്റ് വളരെ നന്നായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും ഇത്ര സൗകര്യപ്രദമായൊരു ബിൽഡിങ് അവർക്ക് ഇപ്പോൾ നിലവിലില്ല എന്നുള്ളതൊരു വാസ്തവം തന്നെയാണ്. ജില്ലയിൽ ആധുനിക സൗകര്യങ്ങളോടെയുള്ള കായിക ചികിത്സാ കേന്ദ്രം ആരംഭിക്കാനായിരുന്നു നേരത്തെയുള്ള പദ്ധതിയെങ്കിലും നടപടിക്രമങ്ങൾ വൈകിയതിനാൽ 2 വർഷം മുൻപെങ്കിലും നിർമ്മാണം പൂർത്തിയാക്കേണ്ട ഈ സ്ഥാപനത്തിന് വൈകിയാണ് അനുമതി ലഭിച്ചത് തന്നെ. ഇതിനിടയിൽ തൃശൂരിൽ ആധുനിക സൗകര്യങ്ങളോടെ ആയുർവേദ കായിക ആശുപത്രി പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ ഷീജ UB, സ്പോർട്സ് ആയുർവേദിക് സെൽ കൺവീനർ ഡോക്ടർ R വിനീത്, കോർഡിനേറ്റർ ഡോക്ടർ അനുപ്രിയ P മണി എന്നിവരാണ് കായിക ചികിത്സാ വിഭാഗത്തിന് നേതൃത്വം നൽകുന്നത്. 5 നിലയുള്ള കെട്ടിടം നിർമ്മിക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. നിലവിൽ 1 നിലയാണ് നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. പൂർത്തിയായ കെട്ടിടത്തിൽ 3 OP മുറികൾ, ഫാർമസി, രോഗികൾക്കുള്ള വിശ്രമമുറി, ടോയ്ലറ്റുകൾ എന്നിവയ്ക്കുള്ള സൗകര്യങ്ങളാണുള്ളത്. മുകൾ നിലയിൽ കിടത്തി ചികിത്സയ്ക്കായുള്ള മുറികൾ, ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ, ഓപ്പൺ ജിം എന്നിവയും ആരംഭിക്കുന്നതാണ്. ദേശീയ ആയുഷ് മിഷനിൽ നിന്നുള്ള ഫണ്ട് ലഭിക്കുന്ന മുറയ്ക്ക് മുകൾ നിലകളുടെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വരമാംഗല്യം ചന്ദ്രമുഖി വധുവായി നീ സ്വർണമയി ശുഭമീ ബന്ധം ധന്യരാഗം Maharani Wedding Collections, the classic bridal world.